രാവിലെ ഇന്ന് ഇടയ്ക്കാട്ടിൽ നമ്മുടെ കസിൻ്റെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ അങ്ങോട്ട് വണ്ടി വിടാൻ നേരത്തെ രാവിലെ അച്ഛനോട് മോനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ വരുന്നോന്ന്. രണ്ടുപേരും ഉറക്കപ്പിച്ചായതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുങ്ങി ഇറങ്ങി മുടിയൊക്കെ ഇങ്ങോട്ടൊക്കെ കെട്ടി വെച്ചു കേട്ടോ. ചൂടെടുത്തിട്ട് എനിക്ക് വയ്യായിരുന്നു. ഒന്നുകൂടെ ചോദിച്ചു വരുന്നോന്ന്. അപ്പോൾ രണ്ടുപേരും വരുന്നു കേട്ടോ. പിന്നെ അവരെ ഒരുക്കി ഇറക്കി പുറത്തോട്ടിറങ്ങി. കയ്യിലിരിക്കുന്ന ഒരു പാമ്പിൻ്റെ കളിപ്പാട്ടമാണ് കേട്ടോ. അതിട്ട് എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളവിടെ ചെന്നപ്പോഴത്തേനും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരോടും ചെന്ന് മിണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ആ ഊണ് കഴിക്കുന്നതിൻ്റെ അവിടെ തന്നെ ചെന്ന് നിന്ന് കേട്ടോ. ആദ്യത്തെ പന്തിൽ തന്നെ പോയി പകം വയറ് ഇറക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നോ ഇതിൻ്റെ കൂടെ പയറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അങ്ങനെ മാക്കമാക്കുമായിരുന്നു. മൊത്തം വയറ് നിറച്ച്. അമ്മ പാവം ഞാൻ കയറിയില്ലെന്ന് വിചാരിച്ചിട്ട് അമ്മ എനിക്ക് കൂട്ട് നിന്നാണ്. പക്ഷേ ഞാൻ ആദ്യം വയറ് നിറച്ചുകൊണ്ട് അമ്മ രണ്ടാമത്തെ പന്തിയിലാണ് കേട്ടോ കയറിയിരുന്നത്. അമ്മയുടെ കയ്യിൽ നിന്ന് നൈസായിട്ട് ഫോൺ ഇസ്ക്കുന്ന അപ്പുക്കുട്ടൻ. അങ്ങനെ ഇസ്കിയ ഫോണും കൊണ്ട് അവനോട് വന്നിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ അവിടെ ഫോട്ടോ എടുപ്പായിരുന്നു. ഞാൻ എൻ്റെ മണ്ടയ്ക്കോട്ട് വലിഞ്ഞ് കയറാൻ പോയില്ല കേട്ടോ. എനിക്ക് വയ്യ ക്യൂ നിൽക്കാൻ. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് ഈ സാരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ ഞങ്ങളുടെ പഴയ ഫോട്ടോ. അപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. ടാറ്റ ബൈ, സീ യു.